ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കീഴിലും സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ ഓൺലൈനായി നടത്തി വരുന്ന തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് സ്നേഹസ്വരൂപനും കരുണാമയനുമായ കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി തിരുവചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ അവസരം തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാന നിമിഷങ്ങളിലേക്ക് കടന്നു വരാം. ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ വരുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാർത്ത, 26 വയസ്സുള്ള ഒരു സ്ത്രീ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്തതായ ഒരു വാർത്ത. കുറച്ചു നേരം ചിന്തിച്ചിരുന്നു. എന്നാൽ 2024 നവംബർ 30 എന്നെ ഏറെ വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായി. എൻ്റെ സുഹൃത്തിൻ്റെ മകൾ എൻജിനീയറിംഗ് 3rd സെമസ്റ്റർ പരീക്ഷയുടെ അന്നേ ദിവസം പ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തു. 2025 ആരംഭത്തിൽ വേറെ വേദനിപ്പിച്ചുകൊണ്ടൊരു വാർത്ത കൂടി കടന്നു വന്നു. എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ മകൾ +1 പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. ഈ അടുത്ത കാലങ്ങളിലായിട്ട് മക്കളുമായി ട്രെയിനിൻ്റെ മുന്നിൽ ചാടുന്നവർ, മക്കളുമായി ആത്മഹത്യ ചെയ്ത ഒരഭിഭാഷകൻ, ഈ ഒരു പ്രവണത സമൂഹത്തിലേറി വരുന്നു. എന്തുകൊണ്ട്? ശാന്തമായി ചിന്തിക്കേണ്ടുന്ന സമയമാണ്. മിഴി നിറഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ, ഇരുളുമോടും വഴികളേറെ കടന്നു പോകണം, ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക നീ. അഗാധ ദുഃഖത്തിൽ നിന്ന്, അഗാധ വേദനയിൽ നിന്ന് ആരോ പാടിത്തീർത്ത പാട്ടാണിത്. ഞാനീ പറഞ്ഞ സംഭവങ്ങളിലേക്കെല്ലാം തിരിഞ്ഞു ചെല്ലുമ്പോൾ, കടന്നു ചെല്ലുമ്പോൾ, നിത്യജീവിതത്തിലെ, ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം തേടുന്ന ജീവിതങ്ങൾ. ഇത്തരത്തിൽ തോബിയാദിൻ്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്: ഭൂമിയിൽ ഇനി ഞാൻ അധിക്ഷേപം കേൾക്കാതിരിക്കുവാൻ ദൈവമേ ഭൂമിയിൽ നിന്ന് എന്നെ വിട്ടയക്കാൻ കൽപ്പിച്ചാലും. യദനയുടെയും റഘുവേലിൻ്റെയും പുത്രി സാറ ആത്മഹത്യക്കൊരുങ്ങി ദൈവസന്നദ്ധിയിൽ അപേക്ഷിക്കുന്ന ഭാഗമാണിത്. സാറായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് 7 ഭർത്താക്കന്മാർ കടന്നു വന്നു. 7 പേരെയും അസ്മോദേവൂസ് എന്ന ഭൂതം കൊന്നുകളഞ്ഞു. അങ്ങനെ ജീവിതത്തിലെ തകർന്ന അവസ്ഥ, നിരാശയിൽ ജീവിതം കൈവിട്ടുപോയി എന്ന അവസ്ഥയിൽ, മറ്റൊരിടത്തും ആശ്രയം വയ്ക്കാൻ കഴിയുന്നില്ല എന്ന തോന്നൽ, തകർച്ചയുടെ അഗാധ ഗർത്തത്തിൽ നിന്നുമാണ് സാറ നിലവിളിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ,
തുടർന്ന് വായിക്കുമ്പോൾ താറ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിലൂടെ സാറ തൻ്റെ ജീവിതം വീണ്ടെടുക്കുന്നതിനും റഫായേൽ മാലാഖ കൊണ്ടുവരുന്ന തോബിയാസിനെ ഭർത്താവായി സ്വീകരിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ സാറ ദൈവത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ സഹോദരങ്ങളെ, സാറ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അനേകം വേദനയുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ നട്ടം തിരിയുന്ന മനുഷ്യൻ ആത്മഹത്യയിലല്ല അഭയം പ്രാപിക്കേണ്ടത്. അവൻ നിത്യജീവനെ പ്രാപിക്കുമ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിയും. നിത്യജീവനെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനഭാഗത്തിൽ കാണുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് എഴുതി കാണുന്നു നാം വായിക്കും. ആ ക്രിസ്തുവിനെ അറിയുക, അവനെ സ്വീകരിക്കുക, അപ്പോഴാണോ സഹോദരങ്ങളെ ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കടന്നുപോയി, അത് മാറ്റപ്പെട്ടു പോയി. ആ പഴയ ജീവിതത്തിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക്, ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഒരു ജീവിതത്തിലേക്ക്, ഒരു പാതയിലേക്ക് കടന്നു വരണം. ജീവിതത്തിലെന്നും ആനന്ദവും സന്തോഷവും ഉല്ലാസവും ഉണ്ടാകണം ഈ പ്രതിസന്ധിയെ അതിജീവിക്കും. കാരണം മനുഷ്യൻ ഈ ആത്മഹത്യ ചിന്താഗതി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഡിപ്രസീവ് ഡിസോർഡറിന് അടിമയാകുമ്പോഴാണ്. നിത്യജീവിതത്തിലെ അനേകം പ്രതിസന്ധികൾ കൊണ്ട്, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട്, നിത്യമായ ഉത്കണ്ഠ കൊണ്ട്, നിരാശ കൊണ്ട് മനുഷ്യൻ്റെ ബോധ മനസ്സിൻ്റെ നിയന്ത്രണം പോയി അപബോധ മനസ്സ് മനുഷ്യനെ നിയന്ത്രിക്കുമ്പോഴാണ് ഇപ്രകാരത്തിലുള്ള ചിന്താഗതികൾ കടന്നു വരുന്നത്. അപ്പം മനുഷ്യൻ ഉപബോധ മനസ്സിൽ നിന്ന് മാറി അവബോധ മനസ്സിലേക്ക് പോകാതിരിക്കുക എന്നതാണ് ഈ പ്രതിസന്ധി അഴിയുന്നതിനുള്ള ഒരേ ഒരു മാർഗം. അതിനാണ് ഞാൻ നിത്യജീവനെ പ്രാപിക്കണം എന്ന് പറയുന്നത്. നിത്യജീവനെ പ്രാപിക്കുന്നത് എപ്രകാരമെന്ന് തിരുവചനത്തിലൂടെ നാം നോക്കുമ്പോൾ, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വചനഭാഗത്ത് ഇപ്രകാരം എഴുതി കാണുന്നു, നിങ്ങൾ അവൻ്റെ കാലടികളെ പിന്തുടരുവാൻ ഒരു പാതയെ നമുക്കായി ഒരുക്കി വെച്ചു പോയിരിക്കുന്നു. നമുക്കായി ഒരു മാതൃകയെ, നമുക്കായി ഒരു പാതയെ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാതയിലൂടെ പിന്തുടരുമ്പോൾ, ആ പാതയിലൂടെ നടക്കുമ്പോൾ, അതിലൂടെ ചരിക്കുമ്പോൾ സഹോദരങ്ങളെ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയും. കാരണം പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പവനമാം പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം എഴയനിക്കിമ്പനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം എഴയനിക്കിമ്പനാമം. അനേക മാനസിക സംഘർഷങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യന് സമാധാനത്തിൻ്റെ മാർഗം, പാത കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ആത്മഹത്യ എന്ന പ്രവണതയിൽ നിന്ന് മോചനം നേടുവാൻ ആ പാത എന്താണെന്ന് ചിന്തിച്ച് പിരിയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നദ്ധിയിൽ 1 മിനിറ്റ് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
ജീവനുമെൻ്റെ സർവസ്വവും മുന്നിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. നിന്നിൽ പ്രതിസന്ധിയുണ്ടെങ്കിൽ, നിന്നിൽ ഉത്കണ്ഠയുണ്ടെങ്കിൽ, നിന്നിൽ നിരാശയുണ്ടെങ്കിൽ, നിന്നിൽ വിദ്വേഷമുണ്ടെങ്കിൽ, നിന്നിൽ പകയുണ്ടെങ്കിൽ, സഹോദര, നിനക്കുള്ള സർവ്വതിനെയും ഈ ലോകത്തിൻ്റെ, ഈ ലോകപ്രകാരമുള്ള ഈ ചിന്താഗതികളെ ആ സന്നദ്ധിയിൽ നമുക്ക് സമർപ്പിച്ച് ഈ ശുശ്രൂഷയിൽ കടന്നു വരാം. കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകൾ, പാതകളേത്? ശുദ്ധമുള്ള ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ള വചനഭാഗങ്ങളെ വായിച്ചു വരുമ്പോൾ 41-42 ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്രകാരം കാണാം. അവിടെ 2 സ്ത്രീകൾ തമ്മിൽ സമ്മേളിക്കുന്നത്. വിശുദ്ധ കന്യകമറിയാമും എലിശബായും തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അമ്മയ്ക്ക് ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം ഉദരത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. സർവേശ്വരനെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുകയാണ്. അവിടെയാ നമ്മളിങ്ങനെ പാടുന്നത്, സർവേശ്വര വചനം നരനായി തീരാൻ രൂക്കുദിശ, ഭൂവിൽ തിരഞ്ഞെടുത്ത ധന്യ കന്യക മറിയാമേ, ചിന്മയനുടെ ജനനീ, നന്മ നിറഞ്ഞോളേ, അൻപോടു പ്രാർത്ഥിക്കാം അമ്മേ ഭാഗ്യവതി, അമ്മേ ഭാഗ്യവതി. ആ വലിയ സൗഭാഗ്യം ഉദരത്തിൽ പേറിക്കഴിഞ്ഞപ്പോൾ അമ്മ അറിയുകയാ, എലിശബായും മറ്റൊരു സൗഭാഗ്യവും പേറിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ അമ്മ തന്നിലെളിയവളായ എലിശബയുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭാഗമാണ്. ഇവിടെ നാം അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. വലിയ സൗഭാഗ്യങ്ങൾ ലഭിച്ചപ്പോൾ എളിമയുടെ, വിനയത്തിൻ്റെ, താഴ്മയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ പ്രതീകമായിട്ട് അമ്മ എലിശബയുടെ അടുക്കേക്ക് ചെല്ലുക. ഈ അമ്മ വരുന്നതറിഞ്ഞ് വലിയ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എലിശബയ്ക്ക് അറിയാം. സ്ത്രീസഹജമായ പകയോ പിണക്കമോ അസൂയയോ സ്വാർത്ഥതയോ ഒന്നുമില്ലാതെ എലിശബ അമ്മയെ സ്വീകരിക്കുക. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ വലിയ ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. നോക്കണേ, എന്തൊരു വലിയ കൂടിക്കാഴ്ച! താഴ്മ, എളിമ, വിനയം, സ്നേഹം, സഹനം നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു കൂടിക്കാഴ്ച സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ 2 സ്ത്രീകളിലായി നാം കണ്ട പ്രത്യേകത, അമ്മയുടെയും എലിശബയുടെയും ജീവിതം നമ്മെ കാണിച്ചു തന്ന ഈ മാതൃക നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമെങ്കിൽ, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഈ ഒരു ഭാവം ഉണ്ടാകുമെങ്കിൽ ഒരു കുടുംബാംഗവും ഒരു വ്യക്തിയും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയില്ല. എന്നാൽ നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും കാണാം 2 സ്ത്രീരത്നങ്ങളെ. നവോമിയുടെ മക്കളായ മരുമക്കളായ 2 സ്ത്രീരത്നങ്ങളെ അവിടെ കാണാം, ഓർഫയെയും രൂത്തിനെയും. ഇവരുടെ ഭർത്താക്കന്മാരായ മഹ്ലോനും കില്യോനും മരണപ്പെട്ട് ഈ നവോമി തൻ്റെ മരുമക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിക്കൊള്ളുക. നവോമി പോയി. പക്ഷേ നവോമിയെ വിട്ട്
ഓർഫ പോയി എന്നാൽ രൂത്ത് അവിടെ നിൽക്കുക. ഈ രൂത്ത് അമ്മായിയമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മായിയമ്മയോട് പറയുക, നിന്നെ വിട്ട് ഞാൻ പോവുകയില്ല, നീ എന്നോട് പോകാൻ പറയണ്ട, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ എവിടെ പാർത്താലും ഞാൻ അവിടെ ഉണ്ട്, നീ മരിച്ചെവിടെ അടക്കപ്പെടുന്നു അവിടെ ഞാനും അടക്കപ്പെടണം. രൂത്തിന്റെ ഭാഷ ഇതാണ്. ഒരു നാളും നിന്നെ പിരിയില്ല പറയല്ലേ, മരണമല്ലാതെ ഞാൻ വേർപെടില്ല. എവിടെ നീ പോയാലും അവിടെ ഞാൻ പോരുമേ, എവിടെ നീ പാർത്താലും അവിടെ ഞാൻ പാർക്കുമേ, മരണത്താലല്ലാതെ വേർപെടില്ല. നിന്ദേശമെന്തേശം നിഞ്ജനമെഞ്ജനം, മരണമല്ലാതെ ഞാൻ വേർപെടില്ല. ഈ അമ്മയോട് പറയുന്ന, അമ്മായി അമ്മയോട് പറയുന്ന ഈ ഭാവം. പിന്നെ പറയാ, എവിടെ മരിച്ചാലും അവിടെ മരിക്കുമേ, എവിടെ മറഞ്ഞാലും അവിടെ മറയുമേ. എവിടെ മരിച്ച് അടക്കപ്പെട്ടാലും അവിടെ ഞാനും മരിച്ചടക്കപ്പെടും. ഈ ഒരു ചിന്ത കുടുംബങ്ങളിലുണ്ടാകണം, കുടുംബാംഗങ്ങളിലുണ്ടാകണം. ഈ ഒരു ഐക്യം, മാനസിക ഐക്യം നമ്മളിൽ ഉണ്ടാകണം. ഈ ഒരു ഐക്യം ഉണ്ടാകുമ്പോൾ ഒരു ജീവിതങ്ങളും ഒരു കുടുംബത്തിലും ഒരു സമൂഹത്തിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയില്ല. എന്നാൽ കർത്താവ് ചില പാതയെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ചില മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഈ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന്. അവിടെയാണ് നമുക്ക് ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യം വരെയുമുള്ള ഭാഗങ്ങൾ എടുക്കേണ്ടത്. ഞാൻ പലപ്പോഴായി പരാമർശിച്ചു പോയിട്ടുള്ള ഭാഗങ്ങളാണ്. അവിടെ കാണുന്നത് കർത്താവിൻ്റെ ക്രൂശുമരണത്തിനും കബറടക്കത്തിനും ശേഷം എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെയാണ്. നാളെയെപ്പറ്റി പ്രതീക്ഷ നഷ്ടപ്പെട്ട്, എന്തെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് നിരാശയോടെ തർക്കിച്ചു വാഗ്വാദത്തിൽ പോവുകയാണ്. ആ ഭാഗമാണത്. അവിടെ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നത്, കർത്താവ് അവരോട് ചേർന്നു നടന്നു. നാളെയെപ്പറ്റി പ്രതീക്ഷ നഷ്ടപ്പെട്ട് എന്തെന്നറിയാതെ ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന ആ ശിഷ്യന്മാരോടൊപ്പം കർത്താവ് ചേർന്നു നടക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെല്ലണം. നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ ബന്ധുജനങ്ങളോട്, നമ്മുടെ മാതാപിതാക്കന്മാരോട്, ഭാര്യയോട്, മക്കളോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ നമ്മളിലുണ്ടോ എന്ന് ചിന്തിക്കണം. ഇന്ന് അനേക ജീവിതങ്ങളില്ലാത്ത ഒന്നാണ്. ഇത് വരുത്തി വെക്കുന്ന ദുരന്തം എന്താണെന്ന് ചോദിക്കുമ്പോൾ നാം നമ്മുടെ മക്കളോട്, നാം നമ്മുടെ മാതാപിതാക്കന്മാരോട്, നാം നമ്മുടെ ഭാര്യയോട്, ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ മറ്റു പലരും വരും. അത് ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുത്തി വയ്ക്കും. ഇതാ വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം നമ്മുടെ കുടുംബാംഗങ്ങളോട്, വ്യക്തി ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുക. വീണ്ടും അവിടെ നിന്ന് 17-ാം വാക്യത്തിലേക്ക് ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ അവരോട് ചോദിച്ചറിഞ്ഞു എന്ന്. പരസ്പരം തർക്കിക്കുന്ന ആ ശിഷ്യന്മാരോട് നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾ തർക്കിക്കുന്നത് എന്താണ്, മുഖം മ്ലാനമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചറിയുകയാണ്. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് ചിന്തിക്കുക. കുടുംബത്തിൽ ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു കാരണം ഇതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നിരാശയിൽ, ഉത്കണ്ഠയിൽ, തകർച്ചയിൽ ചേർന്ന് നിൽക്കുന്നതിനും ചോദിച്ചറിയുന്നതിനും ആരുമില്ലാത്ത അവസ്ഥ.
ഒറ്റപ്പെട്ട ഈ അവസ്ഥ, ഉത്കണ്ഠ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രശ്നങ്ങൾ ജീവിതത്തെ വേട്ടയാടുകയാണ്. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വരികയാണ്. മനസ്സിനൊരത്താണിയായി, ആശ്രയമായി ഒന്നിച്ച് ചോദിച്ചറിയുവാൻ കഴിഞ്ഞാൽ, ആ മനസ്സിനൊരു റിലീഫ് കൊടുക്കുവാൻ കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയും. ഇവിടെ കർത്താവ് കാണിച്ചു തരികയാണ്, തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, പ്രതിസന്ധിയുടെ സമയത്ത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതാപിതാക്കന്മാരോട്, ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, മക്കളോട് ചോദിച്ചറിയുവാൻ, അവരുടെ പ്രതിസന്ധികളെ ചോദിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ ചോദിച്ചറിയാൻ പലരും വരും. അവർ തെറ്റായ ഉപദേശങ്ങളിലൂടെ, ഡയറക്ഷൻസിലൂടെ ജീവിതം വഴിതെറ്റി വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ അധിഷ്ഠിതമായി ഞാൻ ഈ പറയുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ചേർന്ന് നിൽപ്പീൻ, ചോദിച്ചറിവീൻ. വീണ്ടും തിരുവചനത്തിൽ 27-ാം വാക്യം ഇപ്രകാരം കാണുന്നു: അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ശിഷ്യന്മാർ തന്റെ പ്രതിസന്ധി പറഞ്ഞു, കർത്താവിനെ ക്രൂശിച്ചതായും കബറടക്കിയതായും ഒക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ തന്നെയല്ലേ പ്രവാചകന്മാരും ന്യായപ്രമാണത്തിലും സകലരും നിങ്ങളോട് പ്രവചിച്ചതും പറഞ്ഞതും ഒക്കെ ഇത് തന്നെയല്ലേ, സംഭവിക്കേണ്ടതല്ലേ? അവൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്, സ്വാന്തനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇത് വേണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചോദിച്ചറിഞ്ഞ് ആശ്വസിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ഇന്നത് നമ്മുടെ ജീവിതത്തിലില്ല, സമൂഹത്തിലില്ല, വ്യക്തിജീവിതത്തിലില്ല, കുടുംബജീവിതത്തിലില്ല, സമൂഹ ജീവിതത്തിലില്ല, ഒരിടത്തുമില്ല. ആരും ആരെയും ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയില്ല. ഈ അവസ്ഥ മാറണം. ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണം. ഈ അവസ്ഥ മാറുന്നില്ല എങ്കിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് മറ്റു പലരും കടന്നു വരും. ആ ആശ്വാസ വചനങ്ങൾ ഒരുപക്ഷെ മറ്റൊരു വലിയ പ്രതിസന്ധികളിലേക്കായിരിക്കും എത്തിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് നിൽക്കുക, ചോദിച്ചറിയുക, പ്രശ്നങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് സാന്ത്വന വാക്കുകൾ പ്രദാനം ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൻ്റെ പ്രത്യേക പ്രയാണങ്ങളിൽ 100 പ്രതിസന്ധികൾ അവർക്ക് പറയാനുണ്ട്. അവർക്ക് ആശ്വാസ വചനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. കുടുംബജീവിതത്തിലും അപ്രകാരം തന്നെയാണ്. സഹോദരങ്ങളെ, ഇതാ നമുക്കൊരു വലിയ മാതൃക നമുക്ക് നമ്മുടെ കർത്താവ് കാണിച്ചു തരും. ഈ മാതൃക നീ പിന്തുടർന്നാൽ, ഈ മാതൃക നീ സ്വീകരിക്കുമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിത്യജീവനായ കർത്താവ് പ്രതിബിംബിക്കുന്നത്, അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അതെന്ന് ഞാൻ പിന്നീട് പറയാം. സഹോദരങ്ങളെ, വീണ്ടും ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 29-ാം വചനഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാ കാണുന്നത്. അവനിങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാർ ഒന്നിച്ചു പാർക്കുന്നതിന് ക്ഷണിക്കുകയാണ്. അവൻ അവരോടൊത്തു വസിച്ചു, അവരോടൊത്ത് കൂടെ താമസിക്കുകയാണ്. ഇന്ന് അനേക കുടുംബങ്ങളിൽ നിന്ന് പോയത്, നഷ്ടപ്പെട്ടു പോയത്, ഇന്ന് ഏതോ സമയത്ത് എപ്പോഴോ വന്ന് ഒരു വഴിയമ്പലം പോലെ കിടന്ന് പരസ്പരമറിയാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റു പോകുന്ന കുടുംബങ്ങളാണ് അനേകം ഇന്ന് നമുക്ക് ചുറ്റുപാട്. മക്കൾ മാതാപിതാക്കന്മാരെ അറിയുന്നില്ല, മാതാപിതാക്കൻ മക്കളെ അറിയുന്നില്ല, ഭാര്യ ഭർത്താവിനെ അറിയുന്നില്ല, ഭർത്താവ് ഭാര്യയെ അറിയുന്നില്ല, അവരുടെ പ്രവർത്തികൾ അറിയുന്നില്ല, ജീവിത ശൈലികൾ അറിയുന്നില്ല, അവരുടെ പ്രവർത്തന മേഖലകൾ അറിയുന്നില്ല. ഓരോരുത്തരും തന്നിലേക്ക് ഒതുങ്ങിയിട്ടുള്ള പ്രയാണമാണ്. ഈ പ്രയാണത്തിൻ്റെ പരിണിത ഫലമായി അനർത്ഥങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക. സഹോദരങ്ങളെ, ഒന്നിച്ചു പാർക്കുവിൻ. വീണ്ടും 30-ാം വാക്യം പറയുക, നിങ്ങൾ ഒരു നേരമെങ്കിലും
ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞ വചനഭാഗം പറയുന്നത്, 30-ാം വചനഭാഗം പറയുന്നത്, അവൻ അവർക്ക് ഭക്ഷണമെടുത്ത് നുറുക്കി കൊടുത്തു എന്ന്. ഗൃഹനാഥൻ എന്ന നിലയിൽ കർത്താവ് അപ്പമെടുത്ത് നുറുക്കി വേദനയിലും നിരാശയിലും ആയിരിക്കുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പമെടുത്ത് നുറുക്കി അവൻ കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, തിരുവചനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ 1 കൊരിന്ത്യർ 11:33 പറയുമ്പോൾ, നിങ്ങൾ ഭക്ഷണത്തിനായി കൂടുമ്പോൾ പരസ്പരം കാത്തിരിപ്പീനെന്ന്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, ഒരു നേരമെങ്കിലും തീന്മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പിരിയുമ്പോൾ സഹോദരങ്ങളെ, മനസ്സുകൾ തമ്മിൽ വലിയൊരൈക്യമുണ്ടാവുകയാണ്. ആ തീന്മേശയിൽ പലതും ചർച്ച ചെയ്യപ്പെടുകയാണ്, പരസ്പരം അറിയുകയാണ്, സ്നേഹിക്കുകയാണ്, ഒന്നിച്ച് ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ രുചി നുകരുകയാണ്. അവിടെയാണ് യഥാർത്ഥ കുടുംബജീവിതത്തിൻ്റെ മധുരം നുണയുന്നത്. അവിടെ തിരുവചനം പഠിപ്പിച്ചു തരുന്നതും കർത്താവ് നമ്മെ കാണിച്ചു തരുന്നതും, ഭക്ഷണത്തിനായി കൂടുമ്പോൾ ഒന്നിച്ചു കൂടുകയും, അങ്ങനെ ഒരു നേരമെങ്കിലും പരസ്പരം ഒന്ന് കണ്ടറിയുക. കർത്താവ് കാണിച്ചു തന്ന മാതൃക ഇതാ: ചേർന്നു നിൽക്കുക, ചോദിച്ചറിയുക, ആശ്വസിപ്പിക്കുക, ഒന്നിച്ചു വസിക്കുക, ഒരു നേരമെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിപ്പിക്കുക. ഈ ഒരവസ്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഈ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, ഒരു മനസ്സും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയില്ല. ഒന്ന്, അമ്മയും എലിശുബായും കാണിച്ചു തന്ന മാതൃക, നവോമിയും രൂത്തും നമുക്ക് കാണിച്ചു തന്ന മാതൃക, കർത്താവ് പിന്തുടരാൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഇത് പിന്തുടരുമ്പോൾ ഒരു ജീവിതവും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയില്ല. എന്തുകൊണ്ട്? ഒരു മനുഷ്യന് ആനന്ദവും സന്തോഷവും ഉല്ലാസവും ഉണ്ടെങ്കിൽ ഒരിക്കലും ഡിപ്രഷൻ ഉണ്ടാവുകയില്ല. ഡിപ്രഷന്റെ പരിണിത ഫലമാണ് 98% ആത്മഹത്യകൾ. ഈ ഒരവസ്ഥ ഞാൻ കാണിച്ചു തന്ന, കർത്താവ് നമ്മെ കാണിച്ചു തന്ന ഈ മാതൃക നാം പിന്തുടരുമ്പോൾ ഒരു മനസ്സും ഡിപ്രഷൻ അടിമയാവില്ല. കാരണം ഒരു മനുഷ്യന് ആനന്ദവും സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുമ്പോൾ അവൻ്റെ ശരീരത്തിലുള്ള 4 ഹാപ്പി ഹോർമോണുകളിൽ ഒന്ന് ഉത്തേജിക്കപ്പെടുമ്പോഴാണ്. ഹാപ്പി ഹോർമോൺ 4: ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ. ഈ 4 ഹോർമോണുകളിൽ ഒന്ന് ഉത്തേജിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നത്. നമ്മൾ ഇതുവരെയും പറഞ്ഞു വന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈ ഹോർമോണുകളിൽ ഏതെങ്കിലും ഒന്ന് ഉത്തേജിക്കപ്പെടും. ഇത് ഉത്തേജിക്കപ്പെടുമ്പോൾ ആനന്ദവും സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ആനന്ദവും സന്തോഷവും ഉല്ലാസവും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിന്നെ ആത്മഹത്യ ചിന്ത ഉണ്ടാവുകയില്ല. സന്തോഷം നിലനിൽക്കുന്ന ഒരു ജീവിതത്തിൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ആവശ്യമില്ല. ഇവിടെയാണ് തിരുവചനത്തിൻ്റെ പ്രസക്തി. നിങ്ങൾ അവൻ്റെ കാലടികളെ പിന്തുടരുവാൻ ഒരു പാതയെ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നിത്യജീവനെ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. ആ നിത്യജീവൻ നമ്മളെ എന്നേക്കും നിത്യമായ ആനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കും. അവിടെ ആത്മഹത്യക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ ഫിലിപ്പിയ ലേഖനം 4:9 പറയുന്നത് പോലെ കർത്താവിൽ നിന്ന് കണ്ടതും കർത്താവിൽ നിന്ന് കേട്ടതും
കർത്താവിൽ ഗ്രഹിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ വസിക്കും. എൻ്റെ വാക്കുകളെ സംഹരിക്കുക. സഹോദരങ്ങളെ, നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കരുണാമയനും സ്നേഹസ്വരൂപനുമായ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സകല വ്യാധികളെയും വ്യഥകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അവിടുത്തെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ തമ്പുരാനെ, ഞങ്ങൾ പഠിച്ചതായ മനസ്സിലാക്കി അറിഞ്ഞതായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം അവൻ ഞങ്ങളിലേക്ക് ഇറങ്ങി വരയണമേ. കരുണാമയനായ തമ്പുരാനെ, തകർച്ചയുടെ പാതിൽ ജീവിക്കുന്ന അനേകം മനുഷ്യജീവങ്ങളെ കരയേറ്റുവാൻ അവിടുത്തെ വചനം ഇടയാക്കി തരണമേ. വേദനയിലായിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന, ബുദ്ധിമുട്ട് കഷ്ടതയിലായിരിക്കുന്ന, ഡിപ്രഷനായിരിക്കുന്ന അനേകം ജീവിതങ്ങൾക്ക് നിത്യനായനാകുന്ന ദൈവമേ, അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും, തകർച്ചയിലായിരിക്കുന്ന സകലരെയും, സകല വ്യക്തി ജീവിതങ്ങൾ, കുടുംബങ്ങളെയും, ദാമ്പത്യ ബന്ധങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കരുണയും കൃപയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകലരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഗുരുക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. കുടുംബത്തെ മക്കളെ സമർപ്പിക്കുന്നു. ഭാര്യമാരെ സമർപ്പിക്കുന്നു. കരുണാമയന തമ്പുരാനെ, പ്രാർത്ഥന കേട്ട് ഉത്തരമരളയണമേ. ഈ ധ്യാന കേന്ദ്രത്തിൽ നയിക്കുന്ന എസ്തീന സിസ്റ്റർ, ഇതിൻ്റെ കോർഡിനേറ്റർ, ഇതിൻ്റെ ഡയറക്ടർ, സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയം പ്രാർത്ഥനയ്ക്കായി വിട്ടു തന്ന കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലരുടെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. കരുണയും കൃപയും പാപികൾക്ക് അയച്ചു തരണമേ. മഹത്വം തിരുമേനി എടുക്കണമേ. അവിടുത്തെ കരുണാകടാക്ഷത്തിൽ തമ്പുരാനെ, ഇനി ഒരു ആത്മഹത്യയെ പറ്റി കേൾക്കുവാൻ ഞങ്ങൾക്കിട വരരുതേ. നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ തക്കോണം അവിടുന്ന് ഈ ലോകത്തിൽ പ്രകാശിതമാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, പ്രിയപ്പെട്ട തോമസ് സാറിലൂടെ കേൾപ്പിച്ച വചനത്തിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കേൾക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ, ആത്മഹത്യ പ്രവണത നീങ്ങിപ്പോകട്ടെ. എഫേസ്യ ലേഖനം 2:17 അവൻ വന്ന ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ഈ സമാധാന സുവിശേഷം സ്വീകരിക്കുന്ന മക്കളുടെ, കുടുംബങ്ങളുടെ, വ്യക്തികളുടെ എല്ലാം ഉള്ളിൽ ദൈവസ്നേഹം നിറഞ്ഞ്, സമാധാനം നിറഞ്ഞ്, സ്നേഹത്തിൽ, ഐക്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ വചനക്കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബം പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ നല്ല ആവശ്യങ്ങളിൽ ദൈവമേ ഇറങ്ങി വന്ന് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജൂൺ 11 ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുമ്പോൾ അനേകം മക്കൾ കടന്നു വന്ന് വലിയ അഭിഷേകം പ്രാപിച്ച്, വലിയ കൃപ പ്രാപിച്ച് കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. അനേകം തകർന്ന കുടുംബങ്ങളെ തമ്പുരാൻ തൊട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുണ്ട്. അതുപോലെ യൂട്യൂബിൽ ഈ ധ്യാനം, തിരുവചന ധ്യാനം, ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശം എല്ലാം നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ കടന്നു വന്ന എല്ലാ ശുശ്രൂഷയിലും സംബന്ധിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം എല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഈ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സംബന്ധിക്കുകയും ചെയ്യണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.